അവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പം നമ്മുടെ കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ വിഷ്ണുവിനെ കോടതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ലോക്കപ്പിൽ നിന്ന് പുറത്തിറക്കുകയാണ്. അപ്പോഴത്തേനും ശാലിനി അങ്ങോട്ടേക്ക് വരുന്നു. ശാലിനി വന്നിട്ട് ചന്ദ്രബോസിനെ അങ്ങ് നിർത്തി പൊരിക്കുകയാണ്. ഇതൊന്നും ഒരു കേസല്ല, ഞാൻ എന്തായാലും വിഷ്ണുവിനെ ജാമ്യത്തിൽ ഇറക്കും, നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മൾക്ക് കോടതിയിൽ കാണാം എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കുകയാണ്. അപ്പം ചന്ദ്രബോസ് പറയും പുറകെ വേറെ കേസും വരുന്നുണ്ടെന്ന് പറയും. അപ്പോൾ ശാലിനി പറയും പിന്നെ ഓട്ടോയിൽ സ്വർണം കണ്ടല്ലേ, അതിന് പ്രത്യേകിച്ച് തെളിവുകളൊന്നും ഇല്ലല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ ശാലിനി ഇറങ്ങിപ്പോവുകയാണ്. അങ്ങനെ വിഷ്ണുവിനെ ജീപ്പിൽ കയറ്റി കോടതിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇതേസമയം ശാലിനിയും കാറിലങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശാരദയുടെ ഫോണിലേക്ക് നമ്മുടെ അനൂപിൻ്റെ കോൾ വരുന്നു. അപ്പോൾ അനൂപ് നൂറ് എവിടെയെന്ന് ചോദിക്കുന്നു. അങ്ങനെ ശാരദ അനൂപിനെ ഭയങ്കരമായിട്ട് വഴക്ക് പറയുന്നു. നീ കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നു, ഇനി നീ ഇവിടെ കയറി പോരുതെന്നൊക്കെ പറയുന്നു. അപ്പം നമ്മുടെ അനൂപിനൊന്നും മനസ്സിലാകുന്നില്ല. നൂറിനെ അവരെ വീട്ടുകാർ കൊണ്ടുപോയി എന്ന് അറിയിക്കുകയും ചെയ്യും. അങ്ങനെ അനൂപ് സങ്കടപ്പെട്ട് നിൽക്കുന്നു. അവിടെയാണ് ഗോപാലനാണെങ്കിൽ ശാരദയോട് പറയുന്നത് ഇങ്ങനെ വിഷമിക്കല്ലേ എന്ന് പറയുന്നു. അങ്ങനെ ശാരദ ഭഗവാന്റെ മുമ്പിൽ പോയി പ്രാർത്ഥിക്കുകയാണ്, ഈ പ്രശ്നങ്ങളിൽ നല്ലൊരു പരിഹാരം തരണമേ എന്നും പറഞ്ഞിട്ട്. അങ്ങനെ അനൂപ് തൻ്റെ അങ്കിളിനോട് എല്ലാ കാര്യങ്ങളും അറിയിക്കുകയാണ്. ഇങ്ങനെ നൂറെന്ന് പറഞ്ഞ പെണ്ണെ പറ്റിയും കല്യാണം കഴിഞ്ഞ കാര്യങ്ങളെല്ലാം അറിയിക്കുന്നു. അപ്പോൾ അങ്കിള് പറയുന്നു നീ വിഷമിക്കാതെ നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം, നീ ഇപ്പോൾ ടെൻഷൻ അടിക്കാതെ ഇരിക്കാൻ പറയുന്നു. അങ്ങനെ നമ്മുടെ വിഷ്ണുവിനെ കോടതിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ സമയത്ത് നമ്മുടെ രാഘവൻ നായരാണെങ്കിൽ വീട്ടിൽ തപ്പുകയാണ്. കാരണം ഈ രാഘവൻ നായരാണ് ഈ സ്വർണ്ണം എടുത്ത് മാറ്റി വെച്ചിരിക്കുന്നത്. കാരണം വിഷ്ണു ടൂറിന് പോയ സമയത്ത് വണ്ടിയിൽ കീ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ കീയും വണ്ടിയിൽ കിടക്കുന്ന ഒരു ബാഗും കണ്ടു. അങ്ങനെ അത് തുറന്നു നോക്കുമ്പോൾ സ്വർണ്ണമാണ്. അപ്പോൾ രാഘവൻ നായർക്ക് ചെറിയ ഓർമ്മക്കുറവുള്ളതുകൊണ്ട് ഇതെവിടെ വെച്ചെന്ന് ഓർക്കാൻ പറ്റുന്നില്ല. അങ്ങനെ എല്ലാ തുണികളും എടുത്ത് പരിശോധിക്കുകയാണ്. ഈ സമയത്ത് സത്യഭാമ അങ്ങോട്ടേക്ക് വരും. അപ്പോൾ സത്യഭാമ ചോദിക്കുക എന്തുവാ രാഘവേട്ടേക്ക് കാണിക്കുന്നത്, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് പറയും. അപ്പോൾ രാഘവൻ പറയും ഞാനേ ആ സ്വർണം തപ്പുകയാണെന്ന് പറയും. അപ്പോൾ പറയും ഏത് സ്വർണ്ണം, അതെ ആ സ്വർണ്ണം ഇവിടെ തന്നെ ഉണ്ടെന്ന് പറയും. അപ്പോൾ സത്യഭാമയ്ക്ക് എന്തോ മനസ്സിലാവും, ഇതെന്താണ് പറയുന്നതെന്ന് മനസ്സിലാകത്തില്ല. അങ്ങനെ വീട് മുഴുവൻ തപ്പുകയാണ്. ലാസ്റ്റ് ഇത് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. നാളത്തെ പ്രൊമോയിൽ കറക്റ്റ് അത് കാണിച്ചിട്ടില്ല. അപ്പോൾ രാഘവൻ നായർ മിക്കവാറും സത്യഭാമയും കൂടി ആ സ്വർണം എടുക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ കോടതിയിൽ വിഷ്ണു എത്തുന്ന സമയത്ത് നമ്മുടെ ശാലിനി അവിടെ എത്തുന്നു. അപ്പം നമ്മുടെ ചന്ദ്രബോസിനാണെങ്കിൽ എങ്ങനെയും ഇവനെ ജയിലിൻ്റെ അകത്ത് തന്നെ ആക്കണമല്ലോ, അതാണല്ലോ ഉദ്ദേശം. അപ്പോൾ ചന്ദ്രബോസ് വന്നിട്ട് ശാലിനിയോടും വിഷ്ണുവിനോടും പറയും നീ കൂടുതൽ കളിക്കൊന്നും വേണ്ട, ആ പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ പെട്ടെന്ന് ശാലിനിയും ഞെട്ടും വിഷ്ണുവും ഞെട്ടും. അത് നീ കാരണമാണ് അവരുടെ സ്വർണം കിട്ടാത്തതുകൊണ്ട്, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നീ അകത്ത് തന്നെയാണെന്ന് പറയും. അപ്പോൾ ശാലിനി പെട്ടെന്നൊന്ന് ഞെട്ടും. പക്ഷേ അതിലൊന്നും ശാലിനി വീഴത്തൊന്നുമില്ല. എന്തായാലും വിഷ്ണുവിനെ ശാലിനി ജാമ്യത്തിൽ ഇറക്കുന്നൊക്കെ ഉണ്ട്. ഈ സ്വർണം കണ്ടെത്തുകയും സ്വർണം അവരെ ഏൽപ്പിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ കേസ് ഇല്ലാതായി പോകുന്നതൊക്കെയാണ് എപ്പിസോഡിലുള്ളത്. അപ്പോൾ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ.